ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ മറന്നതും ഞങ്ങൾ അബദ്ധമായി ചെയ്തതും അതിൻ്റെ പേരിൽ ഞങ്ങളെ നീ പിടികൂടി ശിക്ഷിക്കരുതേ. ഈ പ്രാർത്ഥനയുടെ ആശയത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് മറക്കുന്ന കാര്യങ്ങൾ? അതിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ആയാത്തു റബ്ബിഹി, രണ്ട് ഹൽക്കാണ്, സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ്. വനസിയ ഹൽക്കഹു. മൂന്നാമത്തേത് ദുആ. ഇതിന് ആയത്ത് നമ്മൾ പറഞ്ഞിരുന്നോ? അതിൽ മൂന്നാമത്തേത് ദുആയാണ്. സൂറത്ത് സുമറിലെ 8-ാമത്തെ ആയത്ത്. ഒന്ന് മറിക്കെല്ലാവരും, എഴുതിക്കോളൂ. 39-8. 39-8. സുമറിലെ 8-ാമത്തെ ആയത്ത്, 39-ാമത്തെ സൂറത്ത്. അതിലെ 7 മുതൽ 9 വരെയുള്ള ആയത്ത് ഓതുക. 7 മുതൽ 9 വരെയുള്ള ആയത്ത്. إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم تعملون إنه عليم بذات الصدور وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب
ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ് ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. ഇൽമ് തന്നെയാണ്. ഒരു കാര്യം അതെന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യണതും ചെയ്യാത്തതും ഒരിക്കലും ഒരുപോലെയല്ല. മനുഷ്യർക്ക് പല അബദ്ധങ്ങളും സംഭവിക്കുന്നത്, പല തെറ്റുകളും മനുഷ്യന് സംഭവിക്കുന്നത് അവൻ്റെ അറിവില്ലായ്മയിൽ നിന്നാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിൻ്റെ നമ്മൾ ഈ ഓതി വെച്ച ആയത്തിൽ പറയുന്ന ആശയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, കൈവച്ചോളൂ, ഞാൻ അർത്ഥം പെട്ടെന്ന് പറയാം. ഇൻ തക്ഫുറു, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ ആശ്രയമുക്തനാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ് ആര്? അള്ളാഹു. അപ്പം നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ നന്ദികേട് കാണിച്ചെന്ന് വിചാരിച്ചിട്ട് അള്ളാഹ്ക്ക് ഒരു തകരാറുമില്ല. അള്ളാഹു ഒരാളെയും ആശ്രയമില്ലാത്തവനാണ്. വലാ യർള ലി ഇബാദിഹിൽ കുഫർ, നന്ദികേട് തൻ്റെ അടിമക്ക് അവൻ ഒരിക്കലും പൊറുക്കൂല. വലാ യർള, അവൻ തൃപ്തിപ്പെടുകയില്ല, ലി ഇബാദിഹി, അവൻ്റെ അടിമക്ക്, അൽ കുഫ്ര, നന്ദികേട് ഒരിക്കലും അവൻ തൃപ്തിപ്പെടൂല. വഇൻ തഷ്കുറു, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, യർളഹുലക്കും, അവൻ നിങ്ങൾക്കത് തൃപ്തിപ്പെടും. നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നിങ്ങൾക്ക് കിട്ടും. നന്ദികേടാണ് കാണിക്കണതെങ്കിൽ അള്ളാഹു ഒരിക്കലും നിങ്ങളെ തൃപ്തിപ്പെടൂല. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളുടെയും പാപഭാരം മറ്റൊരാളും വഹിക്കൂല. അവനവൻ ചെയ്യുന്നത് അവനവൻ തന്നെ പേറേണ്ടി വരും. സുമ്മ ഇലാ റബ്ബിക്കും മർജിഅക്കും, നിങ്ങളുടെ മടക്കം, പിന്നീട് നിങ്ങളുടെ മടക്കം, നിങ്ങളെ മർജിഅ, അത് നിങ്ങളെ റബ്ബിലേക്ക് തന്നെയാണ്, മടങ്ങിപ്പോകേണ്ടവരാണ്. ഫയുനബ്ബിഉക്കും, അപ്പോൾ അവൻ നിങ്ങളെ അറിയിക്കും, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നു എന്നതിനെക്കുറിച്ചുള്ള കാര്യം അവൻ നിങ്ങളെ അറിയിക്കും. നമ്മളെന്തൊക്കെ ചെയ്തു എന്ന കാര്യം നമ്മളെ റബ്ബ് ഇങ്ങോട്ട് പറഞ്ഞു തരും. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിങ്ങളെ മനസ്സുകളിലുള്ളതെല്ലാം കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. ഒരു ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ചിന്തകൾക്ക് വിധേയമാക്കേണ്ട ഒരു ആയത്താണിത്. ഇതിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊക്കെ ചെയ്തോ ആ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. തസിർ വാസിറത്തുൻ വിസ്റ ഉഖ്റ. അപ്പോൾ ഈ ബോധം നമ്മളെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ സുമ്മ ഇലാ റബ്ബിക്കും മർജിഅക്കും, റബ്ബിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത്. ഇപ്പം നമ്മളെ ചുറ്റുപാടും കാണുന്നൊരവസ്ഥ, ഇപ്പം നമ്മളെ മൂലക്കലെ ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മളെ ക്ലാസ്സിലൊരു പഠിതാവ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു അയൽവാസിയായ ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബനാഥനാണ്. അയാൾ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് പോയ ഒരാളാണ്. ഏകദേശം 10 ലക്ഷം ഉറുപ്പ്യൻ്റെ മേലെ അയാൾക്ക് കടമുണ്ട് എന്ന കാര്യം കുടുംബത്തിന് തന്നെ അറിയാം. ഇപ്പോൾ അയാൾ ഗൾഫിലാണ്, വിദേശത്താണുള്ളത്. അയാൾ കുടുംബം ഈ കടക്കെ തീർക്കാൻ വേണ്ടി പോയതാണ്. അവിടെ പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ട് ICUലാണുള്ളത്. മിണ്ടിയിട്ടില്ല. അതിന് ശേഷം അയാളൊന്നും പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം സമാധാനം പ്രദാനം ചെയ്യട്ടെ. ഖുർആൻ ക്ലാസ്സിലൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനിത് പറഞ്ഞത് ഇപ്പം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടും മുന്നിലാണ്. ഭയങ്കരമായ പ്രയാസത്തിലാണ് ആ കുടുംബം, ആകെ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്, വെറും പൊട്ടിക്കരച്ചിലും ഭയങ്കരമായ പ്രയാസമാണ് വീട്ടിൽ. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരവസ്ഥ പെട്ടെന്ന് ഇങ്ങോട്ട് മാറുകയാണ്. നമ്മൾ മുന്നോട്ട് പോകുന്ന ആ ഒരു ദിശയിലൂടെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ഏത് സമയത്തും നമ്മളെ ജീവിതം മാറി മറിയാം. എപ്പോഴും ആ ബോധം നമ്മളെ ഉള്ളിലുണ്ടാവണം. ഇപ്പം മിനിയാന്ന് പിന്നെ ഇവിടെ ഈ കുടിഞ്ഞിയിലൊരു 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ റാസൽ ഹൈമയിൽ ഭയങ്കര മഴയും ഇടിമിന്നലൊക്കെ ആയിട്ട്, പിന്നെ മഴ പെയ്തിട്ട് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്
ഒരു ബിൽഡിങ്ങിൻ്റെ ചോട്ടിൽ പോയി നിന്ന, നിർമ്മാണം നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ചോട്ടിൽ. അഭയം അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ചൂട്ടിൽ പോയി നിന്നതാണ്. മഴ നനഞ്ഞിട്ട് ജലദോഷവും മൂക്കുന്നൊലിപ്പും പനിയൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോയി നിന്നത്. പക്ഷേ തലയ്ക്ക് കല്ലാണ് വീണത്. കല്ലിക്ക് കല്ല് വീണിട്ട് ആ സ്പോട്ടിൽ മരിച്ചു. തലയ്ക്ക് കല്ല് വീണാൽ പിന്നെ എന്താ അവസ്ഥ എന്ന് പറയണ്ടില്ലല്ലോ. ഒരു മൂക്കുന്നൊലിപ്പും ഒരു ജലദോഷം വരുമെന്ന് വിചാരിച്ചിട്ടാണ് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. ഇപ്പോൾ ഇന്നലെ കൊടിഞ്ഞിലെൻ്റെ സുഹൃത്ത് വിളിച്ചിരുന്നത്. ലക്ഷം വീട് കോളനിയിലാണ് അയാൾ ആ കുടുംബം താമസിക്കുന്നത്. വാപ്പ സുഖമില്ലാത്ത ഒരാളാണ്. 2 പെങ്ങന്മാരെ, ഒരു പെങ്ങളെ നിക്കാഹ് നടത്തിയിട്ട് പോയതാണ്. ഓൻ്റെ നിക്കാഹും കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല, ഗൾഫിക്ക് പോയതാണ്. ഇനി വന്നിട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഓൻ നിക്കാഹ് എടുത്തിട്ട് പെണ്ണ് ഓനെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചേക്ക് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും. ഇപ്പം ഇന്നലെ അവിടെ തടിച്ചു കൂടിയ ആൾക്കാരൊക്കെ ആ വീട്ടിൽ പിന്നെ അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കിട്ടിയോ, മയ്യത്ത് കൊണ്ടുവരുമോ, മയ്യത്ത് അവിടെ നിസ്കരിക്കുകയാണോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ മറാടാണെങ്കിൽ അവിടെ തന്നെ എപ്പോഴാണ് നിസ്കാരം, ഇവിടെ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളുമാണ് ആ വീട്ടിൽ നടക്കുന്നത്. ഒരു വീട്ടിൻ്റെ ഒരു ആശ്രയം ആകെ മാറിയില്ല. ഈ തെരഞ്ഞെടുപ്പ് ആഘോഷത്തിൻ്റെ ഇടയിലാണ് പടക്കം പൊട്ടിയിട്ട് പുളിക്കൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചത്. ഞാൻ പഠിച്ച കോളേജിൻ്റെ തൊട്ടതായാണ്. പുലിക്കൽ മദിനത്തുലൂം അറബി കോളേജിൻ്റെ മൈതാനത്താണ് മയ്യത്തസ്കാരം നടന്നത്. 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുത്തത്. ഒരു ഇലക്ട്രീഷ്യനാണ് അവന്. ആര് വിളിച്ചാലും ഓടി വന്ന്, വളരെ നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യൻ. അങ്ങനെ തീ കത്തി വെന്ത് മരിക്കുന്ന ഒരിക്കലും ആ ചെറുപ്പക്കാരൻ പ്രതീക്ഷയില്ല. ആനന്ദം, സന്തോഷം, പടക്കം പൊട്ടിക്കുന്നതിനിടയിലാണ് ഈ കണ്ണീര് വരണത്, ദുരന്തം വരണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോൾ ആ ചെറുപ്പക്കാരനെ കാത്തിരിക്കുന്നൊരു വാപ്പിയും ഉമ്മയും ഭാര്യയും ഒക്കെ ഉണ്ട് ആ കുടുംബത്തിൽ. ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ചുറ്റും ഓരോ ദിവസവും ഓരോന്നിങ്ങനെ വരികയാണ്. അപ്പം മനസ്സിൽ വന്നത് ഓർമ്മയിൽ പെട്ടെന്ന് ഇപ്പോൾ നടന്നത് പറഞ്ഞത് മാത്രം. അപ്പോൾ നമ്മളെ ഉള്ളിൽ വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പടച്ചോനെ മറന്നുള്ള ജീവിതം വേണ്ട. പടച്ചോനെ മറന്നാൽ പടച്ചോൻ നമ്മളെ മറക്കും. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ, ഏറ്റവും പ്രധാനപ്പെട്ട മറവി അതിനെ റബ്ബിനെ മറക്കൽ. വരാൻ പോകുന്നില്ല, റബ്ബിനെ മറക്കലാണ് ഏറ്റവും വലിയ മറവി. അള്ളാഹ് പറയുന്നുണ്ട്, എന്നെ മറന്നവനെ ഞാൻ മറക്കും, എന്നെ ഓർക്കുന്നവനെ ഞാൻ ഓർക്കുള്ളൂ. അപ്പോൾ ഈ ആയത്ത് അള്ളാഹ് പറയുന്നത് നന്ദികേട് ഒരിക്കലും അള്ളാഹ് വെച്ച് പൊറുപ്പിക്കില്ല. നന്ദികേട് അള്ളാഹ് പറഞ്ഞ നന്ദി എന്താ? പടച്ചോൻ തന്ന അനുഗ്രഹങ്ങൾക്ക് സമാനമായി നമുക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. കൊടുക്കാൻ പറ്റുമോ? സമാനമായി ലോകത്ത് ഒരു മനുഷ്യനും ഒരു കോടീശ്വരനും കൊടുക്കാൻ പറ്റൂല. $15,000 കോടി നടത്തണമല്ല അംബാനി ഉണ്ടാക്കിയ പെരക്ക്. ഒരാളെങ്കിൽ ഒരു വീട് അയച്ചു തന്നതിന്, ഒരു വീടിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹത്തിന് ഏത് കോടീശ്വരന്. ഇപ്പം നമ്മളൊരു കറണ്ടിൻ്റെ ബില്ല് വന്നാൽ, ഇപ്പോൾ എല്ലാവരും സോളാറിലേക്ക് മാറി. ഇത് എവിടുന്നാണ് കിട്ടണത്? എവിടുന്നത് കിട്ടണത്? സൂര്യനിൽ അല്ലേ? ആ സൂര്യൻ ഒരു ദിവസം നമുക്ക് തരുന്ന ഊർജത്തിന് അള്ളാഹു ഒരു വില ഇട്ടാൽ ഏത് കോടീശ്വരനെ അടച്ചു തീർക്കാൻ പറ്റുക? നമ്മളെ ഈ കൈകാലുകൾക്കും ബാഹ്യമായ ആന്തരികമായ അവയവങ്ങൾ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു കൃത്രിമമായ നാവിന് $1,00,000 ഒരു കൃത്രിമമായ നാവിന് വില പറഞ്ഞത്. അതും കയ്പും മധുരവും മാത്രം ടേസ്റ്റ് അറിയാൻ പറ്റിയ കൃത്രിമ നാവിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഡോളറാണ് വില പറയണത്. ഡോളർ ഇത് വെക്കാൻ. അപ്പം കയ്പും മധുരവും പുളിയും ചമർപ്പും 1000 ടേസ്റ്റുള്ള നമ്മളെ ഈ ഒറിജിനൽ നാവിൻ്റെ വില എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ലക്ഷങ്ങൾ ഡോളർ വില ഉണ്ടാവും? പടച്ചോനൊരു ഒരു ബില്ലിട്ടാൽ ആർക്കാ കൊടുക്കാൻ കഴിയുക? ഏത് കോടീശ്വരന് കൊടുക്കാൻ കഴിയും? ഒരു കരളിൻ്റെ ഒരു കഷ്ണം അതാ മാറ്റി വെക്കുക, കരൾ മാറ്റി വെക്കാൻ. ആ ഒരു കഷ്ണം കരളിന് എത്ര വില? ഇപ്പം ഒരു കിഡ്നി മാറ്റി വെക്കാൻ എത്ര? ഒരു കോടീശ്വരന് കൊടുക്കാൻ കഴിയില്ല, മനുഷ്യനെ കൊണ്ട് കഴിയില്ല.
അതിന് മാത്രം അനുഗ്രഹങ്ങൾ. അള്ളാഹ് ഒന്നും തിരിച്ച് ചോദിക്കണില്ല. ഒരു ടാക്സും പടച്ചവൻ അടക്കണ്ട. വേണോ? വേണ്ട, ഒന്നും വേണ്ട. റബ്ബ് പറഞ്ഞത് ഒരു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അള്ളാഹുവിനെ സ്തുതിച്ച് പ്രകീർത്തിച്ച് അവനെ പരിശുദ്ധപ്പെടുത്തി അവൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് നന്ദികേട് കാണിക്കാതെ ജീവിച്ചാൽ മതി. അതേ അള്ളാഹ് പൊരുത്തപ്പെടുള്ളൂ, തൃപ്തിപ്പെടുള്ളൂ. നന്ദികേട് കാണിക്കാതിരിക്കുക, നന്ദി കാണിക്കുക. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇനി നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും അള്ളാഹ്ക്ക് അതുകൊണ്ടൊരു കുഴപ്പമില്ല. വഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ വനിയ്യുൻ അൻകും. നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നിരാശ്രയനാണ്. അള്ളാഹ്ക്ക് നിങ്ങൾ നന്ദികേട്, എല്ലാവരും നന്ദികേട് കാണിച്ചാലും പടച്ചവനൊരു കുഴപ്പമില്ല. ഇനി മനസ്സിലെന്താ ഉള്ളതെന്നുള്ളത് കൃത്യമായി ആരറിയും? അള്ളാഹു അറിയും. നമ്മളെ ഈമാനും നമ്മളെ തഖ്വയും നമ്മളെ സൂക്ഷ്മതയുമെല്ലാം നമ്മളെ ഉള്ളിലാണ്. നമ്മൾ പുറത്തെന്ത് കാണിക്കുന്നു എന്നതല്ല, നമ്മൾ പുറത്തെന്ത് കാണിക്കുന്നു എന്നതല്ല, ഉള്ളിലെന്താണുള്ളതെന്ന് അറിയണവനാണ് ആര്? റബ്ബ്. അതിനനുസരിച്ചാണ് റബ്ബ് തീരുമാനമെടുക്കുക. അപ്പം അതും നമ്മൾ മറന്നു കളയരുത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, എന്നാൽ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്താണെന്നറിയോ? മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചോദിക്കും. ഫൈദാ മസ്സൽ ഇൻസാന ലുർവൻ. മനുഷ്യനൊരു ദുരിതം ബാധിച്ചാൽ, മനുഷ്യനൊരവസ്ഥ പറഞ്ഞു, ഒരു ദുരിതം വന്നാൽ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി, തൻ്റെ റബ്ബിലേക്ക് താഴ്മയോടെ മടങ്ങിക്കൊണ്ട് അവൻ പ്രാർത്ഥിക്കും, ഇനാബത്ത് ചെയ്തുകൊണ്ട് അവൻ പ്രാർത്ഥിക്കും. മുനീബൻ ഇലൈഹി. ഒരു എപ്പോഴും പൊതുവരെ മനുഷ്യൻ്റെ അവസ്ഥ എന്താ അറിയോ? ലറായിലും സറായിലും ഒരുപോലെ മാനസികാവസ്ഥ ഉള്ളവനാ മുഅ്മിൻ. പക്ഷെ ലുറ് വരുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക. എന്തെങ്കിലും ഒരു ലുറ്, ഒരു ദുരിതം, ഒരു പ്രയാസം, ഒരു ദുരന്തം, ഒരു അപകടം, ഒരു വിഷമം ഒക്കെ വന്നാൽ അപ്പം പിന്നെ അവൻ്റെ മനസ്സ് മാറി പടച്ചോനെ 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 എന്ന് പറയും. അള്ളാഹുവിലേക്ക് അവൻ്റെ മനസ്സ് ഇനാബത്ത് ചെയ്ത് മടങ്ങും. ഇത് സ്വാഭാവികമാണ്. ഒരു പ്രയാസങ്ങളൊന്നുമില്ലാത്ത വളരെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നേട്ടങ്ങളൊക്കെ ഉള്ളൊരു സമയമാണെങ്കിൽ ഈ കല്യാണപ്പരിയിലാണ് നിസ്കരിക്കാൻ മറക്കൽ, നിസ്കരിക്കാതിരിക്കൽ, മരിച്ച പരിയിലാണ് നിസ്കരിക്കാതിരിക്കൽ. അല്ലേ? കല്യാണപ്പരിയിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കലില്ലല്ലോ. ആണുങ്ങൾ പിന്നെയും പള്ളിയിൽ പോകും. കല്യാണമുള്ള ദിവസമാണ് പെണ്ണുങ്ങൾക്ക് നിസ്കാരം. സുബി അതുവരെ നിസ്കരിച്ചാൽ സുബി വരെ നിസ്കരിച്ചാലൊക്കെ കല്യാണത്തിൻ്റെ അന്ന് നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല. പിന്നെ ആ 100 അസുറക്കണം കഴിഞ്ഞിട്ട് ഒരു അടിച്ചു പിന്നിക്കലുണ്ട്. പിന്നെ നിസ്കരിക്കാത്തുള്ള കാര്യം പിന്നെ പറയും വേണ്ട. ഒരു മരണം, ഒരു അപകടം, ഒരു പെട്ടെന്നൊരു ഇതൊക്കെ വന്നു, ആശുപത്രിയിൽ പോയി, അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടായി ഒക്കെ, അപ്പം നിസ്കാരവും കാര്യം ദ്വാരക്കലും എല്ലാം ഉണ്ടാവും. ഇത് പൊതുവേ മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. കച്ചവടമൊക്കെ പൊളിഞ്ഞ് എല്ലാം നഷ്ടത്തിലായി ഒക്കെ പൂട്ടി പിന്നെ അവനെ പള്ളിയൊക്കെ കാണും, പിന്നെ പള്ളിയിലുണ്ടാവും. പിന്നെ കുറച്ച് മെച്ചപ്പെട്ട് കച്ചവടമൊക്കെ വേറെ തുടങ്ങി ഉഷാറായാൽ പിന്നെ ഓനെ പള്ളിയൊക്കെ കിട്ടൂല. പിന്നെ ഓനക്ക് ഇത് നോക്കാൻ നേരമില്ല, നിസ്കരിക്കാൻ നേരമില്ല. പിന്നെ കച്ചവടം ഇത് പൊലിപ്പിക്കണ നേരമേ ഉള്ളൂ. എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ നമ്മളെക്കൊണ്ട് കഴിയുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മളെ ഖുർആൻ ക്ലാസ്സും മുടങ്ങണില്ല, നമ്മളെ നിസ്കാരം മുടങ്ങുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ മുടങ്ങും, നമ്മളെ കച്ചവടം നടക്കുന്നുണ്ട്, ബിസിനസ്സും നടക്കുന്നുണ്ട്, എല്ലാം നടത്താൻ കഴിയുന്നുണ്ടോ? അത്രയും വലിയ ഭാഗ്യമുള്ള മനുഷ്യൻ ദുനിയാവിൽ വേറില്ല. അള്ളാഹു തരുന്ന ഏറ്റവും അപാരമായ അനുഗ്രഹമാണ്. നിഅമത്തിൽ ഏറ്റവും വലിയ നിഅമത്തായിരിക്കും അത്. അവനവൻ്റെ ഇഹലോകവും പരലോകവും ഒരുമിച്ച് കൊണ്ടാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു ബേസിക് എവിടെ അറിയുങ്ങൾ?
ഒരിക്കലും നമ്മൾ ദുനിയാവ് മാത്രം ആഗ്രഹിച്ചു പോയാൽ ഇത് കിട്ടൂല. നമ്മൾ പരലോകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രാമുഖ്യം കാണിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദുനിയാവും കൂടി നമ്മളെ തേടി വരും എന്നാ റസൂൽ പറഞ്ഞതാ. ദുനിയാവ് നമ്മളെ തേടി വരും. നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. ഒക്കെ പടച്ചോൻ തന്നെ ഒരു നമ്മൾ വിചാരിക്കണം നമ്മളെ കണക്ക് നോക്കൽ കൊണ്ടും നമ്മളെ സൂക്ഷ്മത കൊണ്ടും നമ്മളെ ശ്രദ്ധ കൊണ്ടും നമ്മൾ വെച്ച ആൾക്കാരെ പിന്നെ മികവ് കൊണ്ടും ഒക്കെയാണ് ഇതൊക്കെ നടക്കണമെന്ന് ആരും വിചാരിക്കണ്ട. ഒരു പ്രൈവറ്റ് സെക്രട്ടറിൻ്റെയും എടുക്കൊണ്ടല്ല, ഒരു മാനേജറും എടുക്കൊണ്ടെന്ന് വിചാരിക്കണ്ട. നമുക്ക് നിസ്കാരവും മറ്റുള്ള കാര്യങ്ങളും നമ്മളെ ഖുർആൻ ക്ലാസ്സും ഒക്കെ അതിൻ്റെ മട്ടത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കച്ചവടത്തിൽ ഒരു പ്രയാസം വേണ്ട. അത് പടച്ചോൻ അതിൻ്റെ പടച്ചോൻ നോക്കും. അവിടെയും പരാജയം വരുന്നത് പടച്ചോനൊരു കാവലുണ്ടാവും. അത് നമ്മളെ തേടി വരും. അപ്പോൾ അള്ളാഹ് പറയാണ് വൈദാ മസ്സൽ ഇൻസാന ളുർറുൻ ദഅ റബ്ബഹു മുനീബൻ ഇലൈ. ഇനി എന്താ ഇവനെ നന്ദികേട് കേട്ടോളി, എന്താ മറക്കുക. സുമ്മ ഇദാ ഖവ്വലഹു നിഅമത്തൻ മിൻഹു, പിന്നീട് നാം അവന് ഒരു നിഅമത്ത് അവന് അധീനപ്പെടുത്തി കൊടുത്താൽ. ഇവിടെ നിഅമത്ത് അധീനപ്പെടുത്തണമെന്ന് ളുർറ് നീങ്ങൽ തന്നെയാണ് നിയമത്ത്. ളുർറ് നീങ്ങൽ തന്നെയാണ് വലിയ നിയമത്ത്. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ നിയമത്ത് എന്താ? നിയമത്ത് വേറെ ഇങ്ങോട്ട് കിട്ടണ്ട. നിയമത്ത് എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു സാധനം കിട്ടലായിരിക്കണ്ട. ഒരു ളുർറ് നീങ്ങിയാൽ തന്നെ ഇപ്പം അയ്യൂബ് നബിൻ്റെ ളുർറ് എന്തായിരുന്നു? അയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നീ മസ്സനിയൽ ളുർറു. ആ ളുർറ് ഏതായിരുന്നു? രോഗമാണ്, അസുഖമാണ്, സാമ്പത്തിക നഷ്ടം ളുർറാണ്, പെട്ടെന്ന് വേണ്ടപ്പെട്ട ആൾക്കാർ മരിച്ചു പോകൽ ളുർറാണ്, കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ളുർറാണ്. ഈ ളുർറ് നീങ്ങുന്നത് തന്നെ എന്താണ്? വലിയ നിഅമത്താണ്. അല്ലാഹ് വലിയ നിഅമത്താണ്. അങ്ങനെ ആ നിഅമത്ത് നാം അവന് സ്വായത്തമാക്കി കൊടുത്തപ്പോൾ നസിയ, അവൻ മറന്നു. കണ്ട, മാക്കാന യദുഉ ഇലൈഹി മിൻ, മുമ്പ് ദുആ ചെയ്തതൊക്കെ അവൻ മറന്നു. മുമ്പത്തെ ദുആ എല്ലാം അവൻ മറന്നു. പടച്ചോനെ രക്ഷപ്പെടുത്തി കൊടുത്തപ്പോൾ പിന്നെ ദ്വാരുന്നതും പടച്ചോണ്ട് പറഞ്ഞതും അതൊന്നും പിന്നെ ഓന ഓർമ്മയില്ല. നസിയമാക്കാൻ യദുഉ ഇലൈഹി മിൻ ഖബൽ. എന്നിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നവരോ വജഅല ലില്ലാഹി അൻദാദൻ, അള്ളാഹ്ക്ക് സമന്മാരി ഉണ്ടാക്കും. അത് പറയണമെന്നില്ലട്ടാ, പറയണോലുണ്ട്, പറയണമെന്നില്ല. ഇപ്പോൾ ഒരാൾ പറയാണ് ഞാൻ കുറച്ച് പ്രയാസത്തിലൊക്കെ ആയിരുന്നു, പിന്നെ എൻ്റെ പ്രയാസമൊക്കെ നീങ്ങിയത് എൻ്റെ ആ ഒരു ഇടപെടൽ കൊണ്ട് ഞാൻ ആ ഒരു സംഗതി അവിടെ ചാടി പിടിച്ചു, അല്ലെങ്കിൽ ഇന്ന ആൾ എനിക്കൊരു മാർഗം കാണിച്ചു തന്നു, ഇന്നൊരാളൊരു ബിസിനസ് പറഞ്ഞു തന്നു, ആ ബിസിനസ്സിൽ ഞാൻ പോയി, അങ്ങനെ അതാണ്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ പിന്നെ രക്ഷപ്പെട്ട്. ഇവിടെ എന്തായി? പടച്ചോനാണ് ഇത് രക്ഷപ്പെടുത്തി എന്നുള്ള വിട്ടില്ലേ? നന്ദികേടായോ? ഏറ്റവും വലിയ നന്ദികേടല്ലത്. ഞാനത് അവിടെ അപ്പം ഞാനത് ചെയ്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയും. എന്നാൽ ചില ആൾക്കാർ എന്ത് പറയും? ഞാൻ അള്ളാഹിനോടും പറഞ്ഞിരുന്നു, വേറെ ചില മഹാത്മാക്കളോടും പറഞ്ഞിരുന്നു. അപ്പോൾ അള്ളാഹ് എന്ന് മാത്രമല്ല, പിന്നെ ആ മഹാത്മാക്കളെ അവരെ ബർക്കത്തുകൊണ്ട്, അവരെ ഹക്ക് കൊണ്ട്, അവരെ ജാഹ് കൊണ്ട്, അവരെ ബർക്കത്തുകൊണ്ടൊക്കെ കിട്ടിയതാണെന്ന് പറയും. അപ്പം എന്തായി? വജഅല ലില്ലാഹി അൻദാദ, അള്ളാഹ്ക്ക് സമന്മാരുണ്ടാക്കി. അള്ളാഹ്ക്ക് സമന്മാരുണ്ടാക്കൽ എന്താ? ഷിർക്കാണ്. ഏറ്റവും വലിയ മഹാഭാവമാണ് ചെയ്തത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയുമോ? അള്ളാഹിനോട് ദ്വാരക്കലാണ് തൗഹീദ്. അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യലാണെന്ത്? തൗഹീദ്. എന്നിട്ട് ഉത്തരം കിട്ടിയപ്പം അതിൽ കുറച്ച് നേർച്ചക്കാർക്കും കൂടി പങ്കിടുന്ന് പറയലാണെന്ത്? ഷിർക്ക്. അപ്പോൾ ദുആ മറന്നു എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്തു എന്നാണ്. ദുആ മറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും വലിയ ഷിർക്കാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ദുആയാണ് ഇബാദത്ത്. ഇബാദത്ത് അള്ളാഹു എല്ലാത്തിലേക്ക് ചെയ്യലാണെന്ത്? ഷിർക്ക്. വജഅല ലില്ലാഹി അൻദാദൻ ലിയുളില്ല അൻ സബീൽ, അള്ളാഹിൻ്റെ മാർഗത്ത് തെറ്റിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഖുൽ, നബിയെ പറയുക, തമത്തഅ, നീ സുഖമെടുത്തോ, ബി കുഫ്രിക ഖലീല, നിൻ്റെ ഈ നന്ദികേട് കൊണ്ട് നീ കുറച്ചു കാലം സുഖമെടുത്ത് ജീവിക്കുക. നന്ദികേട് കാണിച്ച് ജീവിക്കണമൊക്കെ
ഉണ്ടാവും, എമ്പാടും ചുറ്റുപാടുണ്ടാവും. ഒരു നന്ദിയും കാണിക്കാതെ ജീവിക്കണം. ഓനക്ക് എമ്പാടും കിട്ടുന്നുണ്ട്, ഓനക്ക് എമ്പാടും നേടുന്നുണ്ട്, നമ്മളെ മനസ്സിലുണ്ടാകും. അല്ലാ പറയാ തമത്തായ സുഖെടുത്തോ, സുഖിച്ചോ, ബികുഫിരിക്ക നിൻ്റെ ഈ നന്ദികേടുമായി നീ ജീവിച്ചോ. കലീലൻ, എന്താണ് കലീലൻ? അത് കലീലാണ്, വളരെ കുറച്ച് കാലം. ഇന്നക മിൻ അസ്ഹാബിന്നാർ, തീർച്ചയായും നീ എവിടേക്കാണ് പോകാനുള്ളത്? നരകക്കാരിലേക്കാണ്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, ചില ആൾക്കാരുണ്ട്, എന്താ അറിയോ, അതാണ് ഞാൻ ഈ നസിയമാക്കാൻ യദൂമിൻ കബിലിൽ പെടാതിരിക്കുന്ന ആൾക്കാരാരാന്നറിയോ? അവർ ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും ഏത് സമയത്തും അവർക്ക് ഒരേ നിലപാടായിരിക്കും. അമ്മൻ ഹുവ, അതല്ല ഇങ്ങനെ ഒരുത്തനാണോ? അള്ളാഹ് ചോദിക്കുകയാണ്. ഖാനിത്തുൻ ആനാ അൽ ലൈലി, അവൻ രാത്രി സമയങ്ങളിൽ അവൻ ഭക്തി കാണിക്കും. സാജിദൻ വ ഖായിമൻ, സുജൂദിലും ഖിയാമിലുമൊക്കെയായി രാത്രി സമയങ്ങളിൽ ഭക്തിയോടുകൂടി നിന്ന് നമസ്കരിക്കുന്ന മനുഷ്യൻ. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. എന്തിനാണ് ആ സമയത്ത് നീക്കണത്? എന്താണ് പ്രധാനം? ദുആയാണ്. രാത്രി നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദുആയാണ്, ഫുൾ ദുആയാണ്. അത് സൂറത്ത് സജദയിൽ പറഞ്ഞില്ലേ, തതജാഫ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന, കണ്ടാ, കിടപ്പറയിൽ നിന്ന് അവരുടെ പാർശ്വഭാഗങ്ങൾ അകന്നു പോകും. എന്ന് പറഞ്ഞാൽ ബെഡിൽ നിന്ന് നീച്ച് നിസ്കരിക്കാൻ പോകുന്നതാണ് പറഞ്ഞത്. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ, സ്വർഗത്തെ അങ്ങേയറ്റം കൊതിച്ചുകൊണ്ടും നരകത്തെക്കുറിച്ച് ഭയങ്കരമായി പേടിച്ചുകൊണ്ടും അവർ പ്രാർത്ഥിക്കും. കണ്ടാ, അപ്പം ദുആയാണ് രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ. അവനങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും, ഖിയാമിലും സുജൂദിലുമൊക്കെ. യഹ്ദറുൽ ആഖിറ, പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട്. വയർജു റഹ്മത്ത റബ്ബി, റബ്ബിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടും. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന് വേറൊരു പ്രയോഗമാണത്. സ്വർഗം ആഗ്രഹിച്ചും നരകത്തെ പേടിച്ചും കൊണ്ടും അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കും. കുൽ, നബിയെ ചോദിക്കുക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന, ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരുപോലെയാണോ എന്ന്. ഇതിൻ്റെ ഉത്തരം എന്താ? ഇതിൻ്റെ ഉത്തരം ഖുർആനിൽ വേറെ സ്ഥലത്തുണ്ട്. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരുപോലെയാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അള്ളാഹു വേറെ സ്ഥലത്ത് പറഞ്ഞു. ലാ യസ്തവി, എന്താ അതിൻ്റെ അർത്ഥം? ലാ യസ്തവി എന്ന് പറഞ്ഞാൽ സമല്ല. ഹൽ യസ്തവി എന്ന് പറഞ്ഞാൽ സമാണോ എന്നല്ലേ ഉത്തരം? ലാ യസ്തവി. എങ്ങോട്ട് യാലമൂന വലതിനെ ലാ യാലമൂന എന്നല്ല പറഞ്ഞത്. ലാ യസ്തവി അസ്ഹാബുന്നാരി വസ്ഹാബുൽ ജന്ന, അസ്ഹാബുന്നാരി വസ്ഹാബുൽ ജന്ന, സ്വർഗക്കാരും നരകക്കാരും ഒരുപോലെയല്ല. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും ഒരുപോലെയാണോ എന്ന ചോദ്യത്തിൻ്റെ മറുപടി സ്വർഗക്കാരും നരകക്കാരും ഒരുപോലെയല്ല. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, തീർച്ചയായും കാര്യങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നത് ആ ബുദ്ധിയുള്ള കാമ്പുള്ള ആൾക്കാർ, ഉലുൽ അൽബാബുകൾ മാത്രമായിരിക്കും എന്നാണ്. അപ്പോൾ മറക്കുന്ന, മനുഷ്യൻ മറന്നു കളയുന്ന 8 കാര്യങ്ങളിൽ എത്രാമത്തെ കാര്യമാണ് പറഞ്ഞത്? 3-ാമത്തെ കാര്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇവിടെ ഒരു ചോദ്യമുണ്ട്, അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഒരു മറുപടി പറയാം. നമ്മൾ എത്രയോ തവണ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയട്ടെ. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ആയിരിക്കും നമ്മളെ ക്ലാസ്. ഈ ക്ലാസ് നടക്കുക ഇതേ സമയം കേട്ടോ, സമയത്തിൽ മാറ്റമില്ല, ദിവസത്തിൽ മാറ്റമുണ്ട്. ഞായറാഴ്ച ആയിരിക്കും. പിന്നെ 27-ാം തീയതി നമ്മളെ ഡോക്ടർ കണ്ണിയൻ്റെ ഒരു പ്രോഗ്രാം, റബ്ബിനെയാണ് എനിക്കിഷ്ടം എന്ന പേരിൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ്റെ ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച TVSൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഓർമ്മയിലുണ്ടാകുക. ചോദ്യം ഇതാണ്,
ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ക്രിസ്മസ് ഓണം പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ആശംസകൾ പോസ്റ്റർ ഉണ്ടാക്കേണ്ടി വരും. അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അപ്പോൾ ഒരുപാട് തവണ പറഞ്ഞ സംഗതിയാണ്. ആകാശം പൊട്ടിപ്പിളർന്നേക്കും, ഭൂമി വിണ്ടുകീറും, പർവ്വതങ്ങൾ തകർന്നു പോകും. അൻദഅഉലി റഹ്മാനി വലദ. ഭയങ്കര ഗൗരവമുള്ള കാര്യമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. ഭയങ്കര ഗൗരവമുള്ള കാര്യമായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക, ശ്രദ്ധ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, സൂക്ഷ്മത പാലിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ ഗൗരവം എടുത്ത് സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി അതിൻ്റെ ഗൗരവങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭൂമി വിണ്ടുകീറുക, ആകാശം പൊട്ടിപ്പോവുക, പർവ്വതങ്ങൾ തകർന്നു വീഴുക, എത്ര ഗൗരവമുള്ള സംഗതിയാണ്. അതുപോലെയാണെന്നാണ്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക. ഭൗതികമായ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാ മതജനവിഭാഗങ്ങളുമായി വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയുക. നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ഭൗതികമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അത്യാവശ്യമുള്ള ആളുകൾക്ക് അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക, എല്ലാം ചെയ്യുക. പക്ഷേ മതപരമായ കാര്യങ്ങളിൽ മതത്തിൻ്റേതായ രൂപത്തിൽ പോവുക. ഈ ശബരിമലക്ക് മാലയിട്ട ഒരു വ്യക്തി, ശബരിമലക്ക് പോകാൻ മാലയിട്ട ഒരു വ്യക്തി ഒരു മുസ്ലിമിൻ്റെ ഭക്ഷണം കഴിക്കുമോ? ഇല്ല. അതിനെ നമ്മൾ ആരെങ്കിലും ഒരു ഭീകരവാദവും തീവ്രവാദവുമായിട്ട് കണ്ടിട്ടുണ്ടോ? ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അതിൻ്റെ പേരിൽ നമ്മൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അത് അവരുടെ മതപരമായ ആചാരത്തിൻ്റെ ഭാഗമാണ് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റും, അല്ലേ? എങ്കിൽ ഒരു മുസ്ലിം അവൻ്റെ മതപരമായ ആചാരവുമായി ബന്ധപ്പെട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വേറൊരാളും അതിൽ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. അതിനൊരു ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഭാഗമായിട്ട് കാണേണ്ടതില്ല. മറിച്ച് അവൻ്റെ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആ മതത്തിൻ്റെ കാര്യങ്ങൾ ഓരോ മതത്തിൻ്റെ ആളുകളും ആ മതത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഭംഗി. അതാണ്, അല്ലേ? അങ്ങനെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മളെല്ലാവരും ജീവിക്കുമ്പം മനുഷ്യത്വപരമായിട്ടുള്ള സൗഹാർദ്ദങ്ങൾ ഉണ്ടാകും, ആശയങ്ങൾ ഉണ്ടാകും, കൊടുക്കലും വാങ്ങലൊക്കെ നടക്കും, എല്ലാം നടക്കും. ഓരോരുത്തരും അവരവരുടെ മതത്തിൻ്റെ ആചാരങ്ങൾ അവർ ചെയ്യും. അതാണ് നിലനിൽക്കേണ്ടത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദീന് ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂത്തുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. അള്ളാഹു നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തന്ന മതമാണ് ഇസ്ലാം. അതിൻ്റെ ഷിആറുകളെ ആ രൂപത്തിൽ കാണുക, മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായിട്ട് തന്നെ മരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.